ഇനി നമ്മൾക്ക് ഒരു തോരനായാലോ? അതെ, ബീട്രൂട്ട് തോരൻ. നിങ്ങളെല്ലാവരും പല രീതിയിൽ ബീട്രൂട്ട് തോരൻ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്കത് ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് എത്ര ഇഷ്ടമല്ലാത്തവരായാൽ പോലും കഴിക്കും. അപ്പം നമുക്കിനി നോക്കിയാൽ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതെ, നമ്മളിവിടെ കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാറൊക്കെ പരിപ്പോ അല്ലെങ്കിൽ കടലപ്പരിപ്പോ എടുക്കാവുന്നതാണ്. ഞാൻ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ബീട്രൂട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ രീതിയിൽ കട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞോ എങ്ങനെയായാലും ചെറിയ രീതിയിൽ അതും കൂടി ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചു, അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ വെളിച്ചെണ്ണയിലാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടേതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ബീട്രൂട്ടിൻ്റെ അകത്തിൽ നമ്മൾ കുറച്ച് ഇഞ്ചിയും കൂടി കൊത്തിയരിഞ്ഞ് കൊടുത്ത് ടേസ്റ്റ് അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഞ്ചിയൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഇഞ്ചിയും കൂടി ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമ്മളിപ്പം ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന കുറച്ച് സവാളയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സവാളയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ബീട്രൂട്ടൊക്കെ പെട്ടെന്ന് കുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പം അത് അടച്ച് വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് കുക്കാക്കി എടുക്കുക. പിന്നെ ആ ഒരു ടൈമിലേക്ക് നമ്മുടെ പരിപ്പ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലേക്ക് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ചൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. പിന്നെ പരിപ്പിൽ നിങ്ങൾ ഉപ്പൊക്കെ ഇടുവാണെങ്കിൽ അതനുസരിച്ചിട്ട് വേണം പിന്നെ നമ്മൾ തോരനിൽ ഉപ്പിടാൻ. ഉപ്പൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിത് അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇതിൽ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് തേങ്ങയ്ക്ക് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിലൊരു പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങ ചതച്ചെടുക്കുമ്പോൾ അതിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ അരിഞ്ഞിട്ടാലും മതി. പിന്നെ ഈ ഒരു തോരൻ വെക്കുമ്പോൾ തേങ്ങ ആഡ് ചെയ്തില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിതിൽ കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതുകൂടി നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടത്തില്ല. അത്രയും പരുവം ആയാൽ മതി. അപ്പം നിങ്ങളുടെ കയ്യിൽ തേങ്ങയില്ല, നിങ്ങൾക്ക് തേങ്ങ വേണ്ടെങ്കിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണ്ട. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് പരിപ്പിട്ടിട്ടുള്ളതുകൊണ്ട് തേങ്ങയുടെ ആവശ്യമില്ല. നല്ലതായി തന്നെ കിട്ടും. പിന്നെ അറിയാമല്ലോ, തേങ്ങ ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അപ്പോൾ ആ തേങ്ങയുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അത് ഒന്ന് വെള്ളം ഒക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമ്മളിതൊന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ മുകളിലൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ കണ്ടല്ലോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് ബീട്രൂട്ട് നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളെപ്പോൾ ബീട്രൂട്ട് കിട്ടിയാൽ ഈ ഒരു രീതിയിൽ മാത്രമേ തയ്യാറാക്കി നോക്കത്തുള്ളൂ.
അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.